സുലൈമാൻ നബി 90 ഭാര്യമാരോടൊപ്പം ക്ഷയിച്ചുവെന്നെല്ലാം പറയുന്ന ഹദീസുകൾ ബുഖാരിയിലുണ്ടല്ലോ. ഇതെല്ലാം പ്രവാചകന്മാരെ മോശമായി ചിത്രീകരിക്കാനായി ശത്രുക്കൾ ഉണ്ടാക്കിയ കഥകളല്ലേ? ഹദീസുകൾ വിശ്വാസയോഗ്യമല്ലെന്നല്ലേ ഇതെല്ലാം കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയ പ്രത്യേകമായ പല സവിശേഷതകളും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ബൈബിളിലുണ്ട്. ബൈബിളിനേക്കാളും ഖുർആനിൽ ആ സവിശേഷതകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സവിശേഷതകൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പല കാര്യങ്ങളും കീഴ്പ്പെടുത്തി കൊടുത്തതും അദ്ദേഹത്തിന് പ്രത്യേകമായ ശക്തി നൽകിയതും ജിന്നുകളെ അടക്കം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തതും അതേപോലെ തന്നെ ജന്തുജീവജാലങ്ങളുടെ ഭാഷ പഠിപ്പിച്ചതുമെല്ലാമായിട്ടുള്ള സവിശേഷതകൾ. ആ സവിശേഷതകളുള്ള സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 90-100 ഭാര്യമാർ എന്നും ചില റിവായത്തുകളുണ്ട്. ഏതായിരുന്നാലും ഇത്രയും ഭാര്യമാരുമായി ബന്ധപ്പെടുവാനുള്ള കഴിവും അള്ളാഹു നൽകി. ഇത് ഹദീസ് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നം?